മഹാവികാസ് അഘാഡിക്ക് നല്ല വിജയമുണ്ടാക്കാൻ കഴിയുന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് മഹാരാഷ്ട്രയിലാണ്, 48 സീറ്റാണ്. അപ്പോൾ അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇന്ന് ആദ്യ ഫേസ് ഉള്ള സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ ഇന്ന് ഞങ്ങളുടെ സീറ്റുകൾ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി പരിഗണിക്കും. അതിനു വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് കമ്മിറ്റിയുടെ യോഗത്തിനാണ് ഞാൻ ഇന്നലെ വന്നത്. സ്ക്രീനിങ് കമ്മിറ്റി കഴിഞ്ഞു. ഇനി സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിലേക്ക് ഇന്ന് 4 മണിക്ക് ഞങ്ങളുടെ ലിസ്റ്റ് എടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. SC/ST സീറ്റുകളിൽ കൂടുതൽ മത്സരിക്കുന്നത് ഞങ്ങളാണ്, 7 സീറ്റിൽ. അത് ഞങ്ങൾക്ക് കിട്ടുന്ന സീറ്റുകളിൽ കൂടുതലും ഞങ്ങൾ നല്ലൊരു ശതമാനം SC/ST സീറ്റുകളിൽ കോൺഗ്രസ്സാണ് മത്സരിക്കുന്നത്. അതെല്ലാ കാലത്തും അങ്ങനെയാണ്. കോൺഗ്രസ്സിന് നല്ല ബേസ് SC/ST സീറ്റുകളുണ്ട് എന്നുള്ളതാണ് സത്യം. അവിടെ ഇന്ത്യ സഖ്യം അവിടെ ചില ഭാഗത്ത് നാസിക് ഭാഗത്തൊക്കെ CPM-ന് സ്വാധീനമുണ്ട്. CPM CPI ഈ മുന്നണിയിലുണ്ട്. അത് സീറ്റുകളില്ല, സീറ്റുകൾ അവർ ഉണ്ടാവില്ല. അസംബ്ലി വരുമ്പോൾ അവരെ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. CPM CPI സമാജ്വാദി പാർട്ടി, ഈ പാർട്ടികളെ എല്ലാം യോജിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ യാത്രയിലുടനീളം ശക്തിയുള്ള സ്ഥലങ്ങളിലൊക്കെ CPM-ൻ്റെയും പ്രവർത്തകർ പങ്കാളികളായിരുന്നു. അതെല്ലാം ഇന്നാണ് തീരുമാനിക്കുന്നത്. അതെല്ലാം ആരെല്ലാം എന്നുള്ളത് എനിക്കിപ്പോൾ മുൻകൂട്ടി പറയാൻ കഴിയില്ല. മുൻ മുഖ്യമന്ത്രി ചവാനൊക്കെ പാർട്ടി വിട്ട് തിരിച്ചടിയാവുമോ സംസ്ഥാനം? അശോക് ചവാൻ വിട്ടതുകൊണ്ട് പ്രത്യേകിച്ച് പാർട്ടിക്ക് അകത്ത് ഒരു പ്രശ്നവുമില്ല. പാർട്ടി കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് സ്വാധീനമുള്ള നാന്ദേഡിൽ പോലും പാർട്ടി വളരെ ശക്തമായി നിലകൊള്ളുകയാണ്. ഈ 270 സീറ്റുകൾ പ്രഖ്യാപിച്ച് BJP ബഹുദൂരം മുന്നിലാണ്. ഇപ്പോൾ 2 തവണ പ്രഖ്യാപിച്ചെങ്കിൽ പോലും 83 സ്ഥാനാർത്ഥികൾ മാത്രമാണ് കോൺഗ്രസിന് ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് കൂടുതൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് സമിതിയാണ് ചേർന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൂടുതൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയും. കേന്ദ്രമന്ത്രി ശോഭാ കരന്ദലജെ കേരളത്തിനെയും തമിഴ്നാട്ടിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വിദ്വേഷ പ്രസംഗമല്ല ഒരു ട്വീറ്റ് ഇടുകയുണ്ടായി. അത് തമിഴ്നാടിനെ സംബന്ധിച്ചുള്ളത് അവർ തിരുത്തി മാപ്പ് പറഞ്ഞത് പിൻവലിച്ചു. എന്നാൽ കേരളത്തെ സംബന്ധിച്ചുള്ളത് അവർ പിൻവലിക്കാനോ അല്ലെങ്കിൽ അതിന് മുകളിലൊന്നും പറയാൻ തയ്യാറായി. കേരളത്തിലെ ചെറുപ്പക്കാരെല്ലാം കർണാടകത്തിൽ വന്ന് അവിടുത്തെ സ്ത്രീകളുടെ പെൺകുട്ടികളുടെ ശരീരത്തിൽ എന്താണ് ആസിഡ് ഒഴിക്കുക, എന്തെല്ലാം മര്യാദകേടാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇവിടെ? ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ പേരിൽ കേരളത്തിലെ ചെറുപ്പക്കാരെ മുഴുവൻ അപമാനിക്കാനുള്ള BJP നേതാവ് ശോഭാ കരന്ദലയുടെ ആ നീക്കം അവർ പിൻവലിക്കണം. അവർ പിൻവലിച്ച് ജനങ്ങളോട് മാപ്പ് പറയണം. കേരളത്തിലെ ചെറുപ്പക്കാർ സംസ്കാര സമ്പന്നരും വിദ്യാസമ്പന്നരും അതോടൊപ്പം തന്നെ എവിടെ ചെന്നാലും നന്നായി പെരുമാറുന്നവരുമായ ഒരു വലിയ അംഗീകാരമുള്ളവർ തന്നെയാണ്. ബാംഗ്ലൂരിൽ ഉള്ള കേരളത്തിലെ ചെറുപ്പക്കാർ എത്ര മാന്യമായിട്ടാണ് ആളുകളോട് പെരുമാറുന്നത്, അവർ എത്ര മാന്യമായിട്ടാണ് ജോലിയെടുക്കുന്നത്. അവരെയൊക്കെ BJPയുടെ നേതാവ് ഇങ്ങനെ അപമാനിച്ചത് ദൗർഭാഗ്യകരമാണ്. അത് പിൻവലിക്കണം. തെറ്റാണ് ഇതൊക്കെ ചെയ്യുന്നത്, ദൗർഭാഗ്യകരമാണ്. ഒരു കാര്യം കൂടി, ഇന്നലെ കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്നു, മോദി ഉള്ളത് കൊണ്ടാണ് കേരളം കഞ്ഞി കുടിച്ച് പട്ടിണി ഒരു പരാമർശം. 2024 ശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അതല്ലാതെ എന്താ പറയാൻ പറ്റുന്നത്? രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് 2014 ശേഷമാണെന്നാണ് അവരുടെ വിചാരം. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അവർ കരുതാത്തവരാണ് അവർ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുമോ? കേരളം കഞ്ഞി കുടിച്ച് കിടക്കുന്ന മോഡി ഉള്ളതുകൊണ്ടാണ്. കേരളത്തിലെ ജനങ്ങൾ അധ്വാനശീലരും കഴിവുള്ളവരുമാണ്. അവരെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്? കേരളത്തിലെ ജനങ്ങൾ ലോകം മുഴുവൻ പോയി കഷ്ടപ്പെട്ട് അവരുടെ നാട്ടിലേക്ക് പണം വയ്ക്കുകയും നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നാടാണ്. അത് മോഡിയുടെ കൃപാകടാക്ഷം കൊണ്ടൊന്നും അല്ല കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുന്നത്. മോഡി ഇല്ലെങ്കിലും ആരില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾ അധ്വാനശീലരായ കഴിവുള്ള ജനങ്ങളാണ്. അവരെവിടെയും പോയി കഷ്ടപ്പെട്ട് നമ്മുടെ വീട്ടിലേക്ക് പണം വയ്ക്കുകയും കേരളത്തെ പിടിച്ചു നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അവരെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. ഇത്തരം പ്രസ്താവനകളൊക്കെ വളരെ ദൗർഭാഗ്യകരമാണ് എന്ന് എനിക്ക് പറയാം. ഒരു സംശയവുമില്ല, 20 2020 അടിക്കും. ഇത്തവണ 2020 അടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വന്നു തുടങ്ങിയിട്ടുണ്ട്. 7 സീറ്റുകൾ ഇന്നലെ മാതൃഭൂമി അഭിപ്രായ സർവേ പുറത്തു വന്നപ്പോൾ 6ഇടത്തും UDF-നാണ് വിജയം പറയുന്നത്. പക്ഷേ KPCC പ്രസിഡന്റ് 3% വോട്ടിന് പരാജയപ്പെടുന്നതാണ് ജനങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. KPCC പ്രസിഡന്റ് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന് ജനങ്ങൾക്ക് അത്രയും ഇഷ്ടമാണ് കണ്ണൂരിൽ.
അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാണോ എന്നുള്ള ജനവികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ ഞങ്ങൾ നിർബന്ധിച്ച് മത്സരിപ്പിച്ചത്. അതുകൊണ്ട് അദ്ദേഹം തീർച്ചയായും ജയിക്കും, എല്ലാ സീറ്റും ഞങ്ങൾ ജയിക്കും. ഈ പ്രിയങ്ക ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് മത്സരിച്ചേക്കില്ല എന്നൊരു വിവരങ്ങൾ അതിനെ സംബന്ധിച്ച് പറയാൻ എനിക്ക് അധികാരമില്ല. അത് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയാണ് UP സീറ്റ് എടുക്കുമ്പോഴാണ് അക്കാര്യം തീരുമാനിക്കുന്നത്. പറയാൻ അധികാരമുള്ള ഒരു കാര്യം ചോദിച്ചോട്ടെ, പത്തനംതിട്ട ലാൻഡ് ഓർഡറിന്റെ കൺവെൻഷൻ മുൻ MLA ശിവദാസൻ നായർ മാറി. അതൊരു എങ്ങനെയാണ് അതിൽ ശരിയായ നടപടി? പത്തനംതിട്ടയിലെ വ്യത്യാസം നേതൃത്വമായിട്ട് ശിവദാസൻ നായർ കൊണ്ടു. പത്തനംതിട്ടയിലെ കൺവെൻഷൻ വലിയ കൺവെൻഷനായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം എന്തെങ്കിലും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാകും ഒരുപക്ഷെ പങ്കെടുക്കാതിരുന്നത്. എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. ഏതായാലും അങ്ങനെ പറയത്തക്ക ഒരു അഭിപ്രായ വ്യത്യാസം പാർട്ടിയിൽ ഒരിടത്തുമില്ല എന്നുള്ളതാണ് സത്യം. പല നേതാക്കളും BJPയിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾക്കിടയിലാണ് ശിവദാസൻ നായർ മാറിയിരിക്കുന്നത്. ആന്റോണിയായിട്ടുള്ള പ്രശ്നമാണോ അതോ അദ്ദേഹം കോൺഗ്രസ്? അല്ല, അതായത് എനിക്കറിയില്ല എന്താ അദ്ദേഹം, ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഒരു കാരണവശാലും അദ്ദേഹം അങ്ങനെ ഒരു പാർട്ടി മാറുന്ന ഒരാളൊന്നുമല്ല. ഉറച്ച കോൺഗ്രസ്സുകാരനാണ്. ശക്തമായി തന്നെ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. എന്തുകൊണ്ടാണ് ഇന്നലെ വരാഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല. എന്തെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളുണ്ടാകാം, അല്ലാണ്ട് മറ്റൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. തമിഴ്നാട്ടിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി വോട്ട് ചോദിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു, സ്റ്റാർ കമാൻഡർമാർ പരമാവധി സംയമനം പാലിക്കണം, അവർ അന്തസ്സോടെ പെരുമാറണമെന്ന്. അപ്പോൾ പക്ഷേ ഈ കാര്യത്തിൽ നോട്ടീസ് നൽകാൻ കമ്മീഷൻ തയ്യാറായില്ല. ഈവൻ രാഹുൽ ഗാന്ധിനെ നേരത്തെ തന്നെ പല പരാമർശങ്ങളും ചെയ്തിരുന്നു. ഇതിനേക്കാൾ മൈൽഡായിട്ടുള്ള പരാമർശങ്ങൾക്കായിരുന്നു നോട്ടീസ് നൽകിയിരുന്നത്. തീർച്ചയായിട്ടും വർഗീയ പ്രചരണങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്കെതിരെ നോട്ടീസ് അയക്കേണ്ടതാണ്. കേരള മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയക്കേണ്ട കാര്യമാണ്. അദ്ദേഹം ഇതുപോലെ ചെയ്യുന്നുണ്ട്. ആളുകളെ പോളറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവരുടെ ജോലി. ഒരു കാര്യവും ചെയ്യാത്ത കേരള ഗവൺമെൻറ്, നശിച്ച് നാമാവിശേഷമായ ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലേത്. എന്നിട്ടും അദ്ദേഹം ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അദ്ദേഹവും സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. രണ്ടുപേരും ഒരേ പാതയിലാണ്. രണ്ടുപേർക്കും നോട്ടീസ് കൊടുക്കേണ്ട കാലമായിരിക്കും. ഈ കോൺഗ്രസ് ന്യൂനപക്ഷ വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത് EP ജയരാജൻ പറഞ്ഞത്. EP ജയരാജൻ ഇപ്പം സംസാരിക്കുന്നത് മുഴുവൻ BJPയുടെ ഭാഷയിലാണ്. എന്ത് ചെയ്യാൻ പറ്റും? BJPക്ക് വേണ്ടി പറയുകയാണ്. ഈ പറച്ചിലും BJPക്ക് വേണ്ടിയിട്ടാണ്. അപ്പം BJPയുടെ സ്പോക്സ്മാനാണോ, BJPയുടെ NDA കൺവീനറാണോ, LDF കൺവീനറാണോ ജയരാജൻ എന്നുള്ള സംശയമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. അതാണ് ആ സംശയം. ആ സംശയം ദൂരീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.